നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിൽ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള സെല്ലോ ടാപ്പ്, എന്തെങ്കിലും ടാപ്പുകൾ ഉണ്ടാവും അല്ലേ, ഇൻസുലേഷൻ ടാപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ടാപ്പുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് എടുത്ത് വെച്ച് പിന്നീട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റം കണ്ടു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ. അതെവിടെയാണെന്ന് എത്ര തിരഞ്ഞാലും മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വരെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മളത് എടുത്തു വെക്കുന്ന സമയത്ത്, നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് എടുത്തു വെക്കുന്ന സമയത്ത് ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് അതങ്ങോട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അറ്റം തിരഞ്ഞ് നടക്കേണ്ട പണിയില്ല കേട്ടോ. പറയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ നഖമൊക്കെ മുറിക്കുന്ന സമയത്ത് വീടിനുള്ളിൽ ഇരുന്നിട്ടൊക്കെ നഖം മുറിക്കുമ്പോൾ നഖമൊക്കെ തെറിച്ച് പോകും അല്ലേ. അപ്പോൾ പൊതുവേ എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നഖം മുറിക്കുമ്പോൾ അത് വീട്ടിനുള്ളിൽ ഇടാൻ പാടില്ല, വേസ്റ്റിൽ കൊണ്ടുപോയി ഇടണം എന്ന്. അപ്പോൾ നഖം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയിൽ കട്ടറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലൊരു ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നഖം മുറിക്കുകയാണെങ്കിൽ നഖം പുറത്തേക്ക് തെറിക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ നഖം കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെയിൽ കട്ടറിൻ്റെ ഉള്ളിലുണ്ടാവും നഖം. പിന്നെ ആ ടാപ്പ് എടുത്തിട്ട് അത് വേസ്റ്റിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. കണ്ടോ, ഇതുപോലെ ആ നമ്മൾ ഒട്ടിച്ച ടാപ്പിൽ ഇങ്ങനെ വന്ന് ഒട്ടിക്കിടക്കും കേട്ടോ നഖത്തിൻ്റെ പീസസ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ഇതുപോലുള്ള സോസ് ബോട്ടിൽ, ജാം ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ നല്ല പണിയാണല്ലേ സോസിൻ്റെ ഒക്കെ. അപ്പോൾ ഇതാ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ടും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കുക. ഉപ്പും ബേക്കിംഗ് സോഡയും പിന്നെ സോപ്പ് ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പിൻ്റെ പീസ്, ഇത് മൂന്നും കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഇത് അതുപോലെ തന്നെ വെക്കുക, ഒരു അരമണിക്കൂർ നേരം അതുപോലെ തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ബോട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ, ഗ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് കഴുകിയെടുക്കുമല്ലോ. അപ്പോൾ സ്മെല്ല് പോണില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ ഇതാ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ കത്തി അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രേറ്ററൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടാൻ വേറൊരു പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അല്ലേ. സ്റ്റീലിൻ്റെ കത്തിയൊന്നും നമ്മൾ പുറത്തുനിന്നൊന്നും മൂർച്ച കൂട്ടി കിട്ടൂലല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സെറാമിക്കിൻ്റെ ഇതുപോലുള്ള ബൗളുകളോ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്റ്റീലിൻ്റെ കത്തിയും ഇതുപോലുള്ള ഗ്രേറ്റർ, പീലറൊക്കെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ ഒരു സീസൺ ആണല്ലോ, എവിടെ നോക്കിയാലും മാങ്ങയാണല്ലേ. അപ്പോൾ നമ്മൾ എത്ര വീട്ടിൽ കൊണ്ടുവന്ന് എടുത്തു വെച്ചാലും പെട്ടെന്ന് തന്നെ അത് കേട് വന്ന് പോവുകയും ചെയ്യല്ലേ. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലിപ്പോൾ കുറേ കേട് വന്ന് പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. നമുക്കറിയുന്നത് തന്നെയാണ്, പക്ഷേ വേണ്ട സമയത്ത് വർക്കൗട്ട് ചെയ്യല്ലോ. എന്തായാലും ഇപ്പോൾ കുറച്ച് കേട് വന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ കത്തിയത്. നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത് വെച്ചിരുന്നത് തന്നെയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കാറുണ്ട് ഞാൻ മാങ്ങ. അതിൻ്റെ തൊലിയിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ നാടൻ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മാങ്ങ ആണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. ഈ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കണതാണെങ്കിൽ പുറത്തൊക്കെ നല്ല രീതിയിൽ കഴുകുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ കഴുകിയതുകൊണ്ട് മാത്രം അതിനുള്ളിലുള്ള കെമിക്കൽ പോകുന്നൊന്നും ഞാൻ പറയണില്ല. എന്നാലും പുറത്തെന്തെങ്കിലും ഈച്ച വരാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് വല്ല പൊടിയോ കെമിക്കൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ ഇതാ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഈ മാങ്ങ പിന്നീട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഷേക്ക് അടിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും, ഒട്ടും തന്നെ കേട് വരാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സൊക്കെ നമുക്ക് കൊണ്ടുതരുന്ന മാങ്ങയാണെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഫ്രീ ടൈം ഉള്ള സമയത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ മാങ്ങയുടെ പീസസ് ആണ് കഴിക്കണമെങ്കിൽ അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയിട്ട് കഴിച്ചാൽ മതി, കേട് വരുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് തന്നെ ഇത് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കേട് വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു കറി ഉണ്ടാക്കും, എന്നിട്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു മുട്ടക്കറിക്ക് മുട്ടയുടെ ആ ഒരു ഫ്ലേവറൊന്നും അധികം കിട്ടൂല, പിന്നെ നല്ല കുറുകിയ ചാറും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ പുഴുങ്ങിയ മുട്ട ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം ആ ഒരു കറിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പുഴുങ്ങിയ മുട്ട എപ്പോഴും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിനുള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മുട്ടക്കറിയിൽ മുട്ടയുടെ ആ പീസൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ മുട്ടയൊക്കെ കട്ട് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ അരച്ചിട്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ മുട്ടക്കറിക്ക് നല്ല മുട്ടയുടെ ഫ്ലേവറും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നല്ല തിക്നെസ്സും ഉണ്ടാവും കേട്ടോ. കറിക്ക് നല്ല കുറുകിയ ചാറ് നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ പുഴുങ്ങിയ മുട്ട മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടും കൂടെ ഇനിയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് കുക്കറിൽ വെച്ചിട്ട്, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു എക്സോൻ്റെ 10 രൂപയുടെ ഒരു ബാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ തൊലി അതായത് നീരൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിസിലടുപ്പിച്ചെടുക്കുന്നത് ആ നാരങ്ങയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് വരാനും പിന്നെ അതുപോലെ തന്നെ സോപ്പൊക്കെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് കിട്ടാനുമാണ്. സോപ്പ് അലിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാലും മതി. പക്ഷെ നാരങ്ങയുടെ ഗുണങ്ങളും മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ സോപ്പൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ പാത്രം കഴുകുന്ന ലിക്വിഡ്, അതായത് ഡിഷ് വാഷ് ലിക്വിഡൊക്കെ പലരുടെ കയ്യിനും അലർജി ഉണ്ടാക്കും. പിന്നെ ഡിഷ് വാഷ് ലിക്വിഡിന് നല്ല റേറ്റും ആണല്ലേ. അപ്പോൾ ചിലവ് കുറക്കാനും പിന്നെ നമുക്ക് കയ്യിനൊന്നും അധികം പ്രശ്നമില്ലാതെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കാനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ പാത്രത്തിലൊക്കെ നമ്മൾ ചില സമയത്ത് പാത്രമൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ കാണാം സോപ്പിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡാക്കി വെക്കുകയാണെങ്കിൽ ആ പൊടിയൊന്നും ഉണ്ടാവില്ല, പിന്നെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ആ നാരങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നമുക്കറിയാമല്ലോ നാരങ്ങ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ 10 രൂപയുടെ സോപ്പ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരുപാട് തവണ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു ടിപ്പ് തന്നെ ആയിരിക്കും. കുറഞ്ഞ ചിലവിൽ നല്ല രീതിയിലുള്ളൊരു ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്